തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അങ്ങനെ ആരും എതിർത്ത് പറയാറില്ല. നിഷ്പക്ഷവും നീതിപൂർവകവുമായി മാത്രം മുന്നേറ്റു പോകേണ്ടുന്ന ഒരു സംവിധാനം ഭരിക്കുന്നവന്റെ കളിപ്പാവയായാൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം തകർന്നു പോകും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ളവർ ഓരോരുത്തരായി പ്രതികരിച്ചു തുടങ്ങുകയാണ്. ഇപ്പോഴിതാ സഹികെട്ട് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാജ്യസഭാ MP കൂടിയായ കപിൽ സിബൽ. കപിൽ സിബിലെ പോലുള്ള ഒരു പ്രമുഖ അഭിഭാഷകന് രാജ്യത്തിന്റെ നിയമം കൈവെള്ളയിൽ വെച്ച് എന്നും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിതെറ്റുന്നു എന്നുള്ളത് മാത്രമാണ്. കുറെ കാലമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ കപിൽ സിബൽ ഈ രീതി തുടർന്നാൽ ഇത് ജനാധിപത്യമല്ല, പകരം അതിനെ തകിടം മറിക്കുന്ന തട്ടിപ്പാണെന്നും തുറന്നു പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ കാലമായി സർക്കാരിന്റെ കയ്യിലാണ്. ജനാധിപത്യം ഇതുപോലെ തുടരുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് വേണ്ടി ലോബിയിങ് നടത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ അതിന്റെ ഫലം തീർച്ചയായും നമ്മുടെ മുമ്പിലെത്തുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഈ രീതി തുടരുകയാണെങ്കിൽ അത് ജനാധിപത്യമാവില്ല, പകരം കൊടിയ കാപട്യമാകും എന്നുള്ളൊരു സത്യം തുറന്നു പറയുകയാണ് കപിൽ സിബൽ. കുറെ വർഷങ്ങളായി നമ്മൾ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് അതെന്നും അദ്ദേഹം പറയുന്നു. എന്താണ് താഴെത്തട്ടിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നും കപിൽ സിബൽ തുറന്നടിക്കുകയാണ്. സത്യത്തിൽ ഒരു വെറും രാഷ്ട്രീയ നേതാവ് പറയുന്നത് പോലെയല്ല കപിൽ സിബൽ എന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ പറയുന്നത്. അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തട്ടിപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞതിന് ചോദ്യം വന്നാൽ തന്നെ നല്ല ഒന്നാം തരം ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ആ ഉത്തരം തന്റെ കയ്യിലുണ്ട് എന്നുമുള്ള ഒരു ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കപിൽ സിബൽ ഇതെല്ലാം പറയുന്നത്. അതാണിപ്പോൾ കേന്ദ്രത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സന്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചത് നമ്മൾ കണ്ടു. എല്ലാ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയെക്കുറിച്ച് ചോദ്യങ്ങൾ അങ്ങനെ ഉയർന്നു വരികയാണ്. മഹാരാഷ്ട്രയിൽ നടന്നത് പച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് അദ്ദേഹം തെളിവും ലോകസഭയിലടക്കം നൽകുകയാണ്. മഹാരാഷ്ട്രയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വോട്ടർ ലിസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും സജീവമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് ചർച്ച വേണമെന്ന് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യമുന്നയിച്ചിട്ടും അതിന് തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരിക്കുന്ന പാർട്ടിയും. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് MP സൗഗത് റോയിയും വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ആധികാരികതയിൽ കടുത്ത സംശയമാണ് പ്രകടിപ്പിച്ചത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടത്തിയതായി പറയപ്പെടുന്ന വലിയ ക്രമക്കേടിന്റെ അടുത്ത പതിപ്പുകൾ ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാൾ, അസം പോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതായും സൗഗത് റോയ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ MP തന്നെയാണ്, വെറുതെ പറയുന്നതല്ല. അവർക്ക് അതിനുള്ള ആധികാരികമായ റിപ്പോർട്ടും കയ്യിലുണ്ട് എന്നുള്ളതാണ് സത്യം. മുഴുവൻ വോട്ടർ ലിസ്റ്റും പൂർണ്ണമായും കുറ്റമറ്റതാക്കണമെന്നും വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കണമെന്നും ഈ രാജ്യം ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കപിൽ സിബലിനെ പോലെയുള്ള രാജ്യത്തെ നിയമങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം ഉന്നതങ്ങളിലെത്തിയ ഒരാൾക്ക് തട്ടിപ്പും വെട്ടിപ്പും കണ്ടെത്താനും അത് നിയമപ്രകാരം തുറന്നു കാട്ടാനും കഴിയും എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള കപിൽ സിബലിന്റെ ഈ പ്രസ്താവനയും പ്രഖ്യാപനവും വരും ദിവസങ്ങളിൽ ഇന്ത്യാ സഖ്യം തന്നെ ഏറ്റെടുക്കുകയും അതൊരു വലിയ പ്രശ്നമായി എടുത്ത് രാജ്യവ്യാപക പ്രശ്നമായി മാറാനാണ് സാധ്യതയേറുന്നത്.